If we try to, we can make it. But don't we ever just take some chances and stop your thinking and start your living. Get your shoes on. ശ്രീ ഗണേശന്റെ പുസ്തകത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഓണക്കാലം വരുമ്പോൾ ഒന്നും കൂടി ഒരു തവണ കൂടി മറിച്ചു നോക്കാൻ ചിങ്ങവെയിലിനെ തൊടാമോ എന്ന ശ്രീ ഗണേശന്റെ നോവൽ ഓണക്കാലത്ത് ഒരു അനുഭൂതിയായിരിക്കും. രണ്ടാമത്തെ തവണയോ മൂന്നാമത്തെ തവണയോ വായിക്കാൻ പറ്റുന്ന ഒരു ലളിതമായ ഒരിത്. അതിലാണെങ്കിൽ അനുയോജ്യമായി ബൈജുദേവിൻ്റെ വരകളും യോജിച്ചിരിക്കുന്നു. ആ പുസ്തകം മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നാലും വീണ്ടും ഈ ഓണക്കാലത്തേക്കൊരു അനുഭൂതി തോന്നിക്കുന്നതാണ്. പിന്നെയാണ് കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഭൂമിക്കുട്ടിയുടെ ആകാശം, അത് കഴിഞ്ഞാൽ ഐസർ, അത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ സംസ്കാരം, ഇങ്ങനെ പോയി ഏറ്റവും വലിയ നോവൽ ബംഗ വരെ എത്തി നിൽക്കുന്നു. ഇതിനിടയിൽ എനിക്ക് വായിക്കാൻ കിട്ടാതെ പോയതും വൈകി വന്ന് എനിക്ക് കിട്ടിയ ഒരു പുസ്തകമാണ് ഉറുമ്പ് ദേശീയത എന്ന സമാഹാരം. നമ്മുടെ ചരിത്രബോധത്തിൻ്റെയും ദേശരാഷ്ട്രത്തിൻ്റെയും അലീകറിയിലാണ് ഉറുമ്പ് ദേശീയത എന്ന കഥ. ദേശീയതയുടെ വിരാട് രൂപങ്ങളുടെ അസംബന്ധത അനുഭവിപ്പിക്കുന്ന ഉറുമ്പ് ദേശീയത ഉൾപ്പെടെ കനമുള്ള കറുത്ത ചിരി വിടർത്തുന്ന 8 കഥകൾ. പ്രളയം വിഷയമാച്ച നസ്ചീൻചിരി, ഒമാനിൽ ഒറ്റപ്പെട്ട അന്ധയായ സാഹിനിയുടെ ജീവിതം പറയുന്ന നായിയുടെയുണ്ട്. പ്രണയവിവാഹത്തിന് മതത്തിന്റെ ആക്രമണം ചിത്രീകരിച്ച് അഴിച്ചുകെട്ടൽ, വളർത്തുനായ കഥാപാത്രമായ ഗേറ്റിന് പുറത്ത് അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരോടൊപ്പം ചേരുന്ന എഴുത്ത്. ഇതിന് MR രാജേഷ് നല്ലൊരു പഠനവും നടത്തിയിട്ടുണ്ട്. ഗേറ്റിന് പുറത്ത് എന്നുള്ള കഥ നമ്മളെ വളരെ ചിന്തിപ്പിക്കും. ഈ കാലഘട്ടത്തിലും വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ശ്രീ ഗണേശന്റെ എഴുത്തിലെ ഏറ്റവും നല്ല ചെറുകഥകൾ അടങ്ങിയതാണ് ഉറുമ്പ് ദേശീയത.